نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഇബാദത്ത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് റസൂലുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു. ആ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും ഫർളും നഫ്ലുമായ കർമ്മങ്ങളിൽ മുന്നേറിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചില പ്രത്യേക സമയങ്ങളും അല്ലെങ്കിൽ ചില പ്രത്യേക സ്ഥലങ്ങളും നിർണയിച്ചു തന്നു. ആ സമയങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ സ്ഥലങ്ങളിൽ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ള പ്രദേശങ്ങളെക്കാളും മറ്റുള്ള സമയത്തെക്കാളും ശ്രേഷ്ഠതയുള്ള, അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ള കർമ്മങ്ങളായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. അതുപോലെ മഹത്തായ ഒരു സമയത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. പല കാര്യങ്ങളെയും തൊട്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നതിൽ അള്ളാഹു പറഞ്ഞു വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ, 10 രാത്രികൾ അഥവാ 10 ദിവസങ്ങൾ തന്നെയാണ് സത്യം. ഈ 10 രാത്രികൾ എന്ന് ഉദ്ദേശിച്ചത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പഠിപ്പിച്ചു. ആ ദിവസങ്ങളുടെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അശ്ർ അഫ്ളല മിനൽ അമലി ഫീ ഹാദിഹി. ഈ 10 ദിവസത്തിൽ ചെയ്യുന്ന കർമ്മത്തെക്കാൾ, ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കർമ്മം തന്നെ ഇല്ല. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, വലൽ ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദുമില്ല, ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ ബിശൈഇൻ. ഒരാൾ അവന്റെ സമ്പത്തും അവന്റെ ശരീരവും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെട്ട് അവിടെ ഷഹീദായി മരണപ്പെട്ടവനൊഴികെ അല്ലാതെയുള്ള ഏത് കർമ്മത്തിനേക്കാളും അഫ്ളലായിട്ടുള്ള കർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഇതാ നൽകിയിരിക്കുന്നു. നമുക്കറിയില്ല ഈ ദിവസങ്ങൾ നാം പൂർത്തീകരിക്കുമോ എന്ന്, നമുക്കറിയില്ല ഈ ദിവസങ്ങളിൽ നമുക്ക് എത്രയാണ് നേടിയെടുക്കാൻ സാധിക്കുക എന്ന്. എന്നാൽ സഹോദരങ്ങളെ, നാം ചില തീരുമാനങ്ങൾ എടുക്കണം. ഈ ദിവസങ്ങളുടെ മഹത്വം പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅ്ദമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം. വേറൊരു ദിവസവുമില്ല, വേറൊരു ദിവസങ്ങളുമില്ല അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ളതും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതുമായ കർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീൽ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കുക, വതക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറയൽ വർദ്ധിപ്പിക്കുക, വതഹ്മീദ് അൽഹംദുലില്ലാഹ് എന്ന് പറയൽ വർദ്ധിപ്പിക്കുക. അതുപോലെയുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു
അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ നാമം നിങ്ങൾ സ്മരിക്കുക എന്നുള്ളത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഈ 10 ദിവസമാണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ അവസരം നാം ഉപയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ, നമ്മുടെ പാപങ്ങൾ അവസാനിപ്പിക്കാൻ, അതിൽ നിന്ന് തൗബ ചെയ്യാൻ, സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ, അല്ലാഹുവിന്റെ ഇഷ്ടം നേടാൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനം നേടാൻ, നാളെ സ്വർഗാവകാശിയാകേണ്ട ഗുണങ്ങൾ നേടിയെടുക്കാൻ ഈ അവസരങ്ങൾ ഉപയോഗിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹ് തബാരക വതആല യൗമുൻ നഹർ ثم യൗമുൽ ഫർ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ ദിവസങ്ങൾ എന്നുള്ളത് ഒന്ന് യൗമുൻ നഹറാണ്, അഥവാ ദുൽഹിജ്ജ 10 ഹാജിമാർ അറവ് നടത്തുന്ന ദിവസമാണ്. അതിനുശേഷമുള്ളത് യൗമുൽ ഫർ, ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് ശേഷം ആളുകൾ പിരിഞ്ഞു പോകലാണ്. ഈ 10 ദിവസത്തിലാണ് സഹോദരങ്ങളെ യൗമുൻ നഹർ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രേഷ്ഠമായ യൗമു അറഫ, ഒരുപാട് മഹത്വമുള്ള അൽ ഹജ്ജ് അറഫ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യൗമു അറഫ അത് ഈ 10 ദിവസത്തിലാണ് വരുന്നത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ 10 ദിവസത്തിന് ഇത്രയധികം മഹത്വം വരാനുള്ള കാരണം എന്ന് പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നു, അന്ന സബബ ഫി ഇംതിയാസ് അശ്രി ദിൽ ഹിജ്ജ ലിമകാനിൻ, ഈ ഒരു സ്ഥാനത്തേക്ക് ഈ 10 ദിവസം ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസം വരാനുള്ള കാരണം ഇജ്തിമാഉ ഉമ്മഹാതിൽ ഇബാദത്ത്, ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ട എല്ലാ ഇബാദത്തുകളും ഈ ദിവസങ്ങളിൽ യോജിച്ചു വരുന്നു എന്നുള്ളതാണ്. ഏതൊക്കെയാണ് അത്? വഹിയ അസ്സലാ, നിസ്കാരം, അത് ഈ 10 ദിവസങ്ങളിലുണ്ട്. വസിയാം, ഒരാൾക്ക് നോമ്പെടുക്കാവുന്നതാണ്. വസ്സദഖ, ദാനധർമ്മങ്ങൾ നിർവഹിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വൽ ഹജ്ജ്, ഹജ്ജ് വരുന്നുണ്ട്. ഹജ്ജ് ഈ 10 ദിവസങ്ങളിലല്ലാതെ വേറൊരിക്കലും ചെയ്യാൻ സാധിക്കില്ല. വലാ തഅതി ദാലിക ഫി ഗൈരി, ഇതിലല്ലാതെ ഹജ്ജ് വരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയധികം ശ്രേഷ്ഠത വരാൻ കാരണമെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 10 ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റമളാനിന്റെ അവസാനത്തെ 10 രാത്രികളിൽ നാം എങ്ങനെയാണോ പരിശ്രമിച്ചത് അതിനേക്കാൾ പരിശ്രമിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലെ പകലുകൾ എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പോലെയുള്ള പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതേ സഹോദരങ്ങളെ, സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ അവർ ഈ ദിവസങ്ങളെ ഉപയോഗിച്ചിരുന്നു. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നത് കാണാം, ഇദാ ദഖലൽ അശർ, ഈ 10 ദിവസമായി കഴിഞ്ഞാൽ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ, വളരെയധികം കഠിനമായി അദ്ദേഹം പരിശ്രമിക്കുമായിരുന്നു, ഇബാദത്തിൽ മുന്നേറുമായിരുന്നു. ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി, അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് തോന്നുമാർ. വയഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ലാ തുത്ഫിഉ സൂറജകും ലയാലി അൽ അശർ, ഈ ദിവസത്തിന്റെ രാത്രികളിൽ നിങ്ങളെ വിളക്കുകൾ നിങ്ങൾ കെടുത്തരുത്, അഥവാ ഇബാദത്തുകളിൽ ധാരാളമായി മുഴുകുക എന്ന് പറയുന്നത് കാണാം. സഹോദരങ്ങളെ, നമ്മളിൽ പലരും കച്ചവടക്കാരാണ്, കച്ചവടം ചെയ്യുന്നവരാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കച്ചവടത്തിന് ഏറ്റവും നല്ല ലാഭം നേടിത്തരുന്ന ഒരവസരം വന്നാൽ, ഒരു കാലം വന്നാൽ എത്രയാണ് ഒരു കച്ചവടക്കാരൻ പരിശ്രമിക്കുക? രാത്രിയിൽ നേരം ഇരുട്ടുവോളം പുലർച്ചെ വരെ അവർ കച്ചവടത്തിന്റെ തിരക്കിൽ മുഴുകും. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും അവർ അതിനുവേണ്ടി ഒരുങ്ങും. അതേ സഹോദരങ്ങളെ, അള്ളാഹുമായിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള കരാറിൽ നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നാം ചെയ്യുന്ന ഈ കച്ചവടത്തിൽ പകരം സ്വർഗം നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ കച്ചവടത്തിൽ പരിശ്രമിക്കേണ്ട സമയമാണ് ഈ 10 ദിവസം. ഈ 10 ദിവസത്തിലെ നിസ്കാരങ്ങൾ ഈ വർഷത്തിലെ ബാക്കിയുള്ള ദിവസങ്ങളെ പോലെയല്ല. ഈ 10 ദിവസത്തിൽ നോമ്പ് വെക്കുന്നത് മറ്റുള്ള നോമ്പിനെ പോലെയല്ല. അതുപോലെ തന്നെ ഈ 10 ദിവസത്തിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ മറ്റുള്ളതുപോലെയല്ല. ഈ 10 ദിവസത്തിലെ ദിക്റുകൾ മറ്റുള്ളതുപോലെയല്ല. ഈ 10 ദിവസത്തിലെ ഖുർആൻ പാരായണം ഈ വർഷത്തിലെ മറ്റു ദിവസങ്ങളെ പോലെയല്ല. ഈ 10 ദിവസങ്ങളിൽ നാം കൽപ്പിക്കുന്ന നന്മകൾ, നാം വിരോധിക്കുന്ന തിന്മകൾ, നമ്മുടെ തൗബ, നമ്മുടെ ഇസ്തിഗ്ഫാർ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ, അയൽവാസികൾക്ക് പുണ്യം ചെയ്യൽ, അതുപോലെ തന്നെ അതിഥിയെ സൽക്കരിക്കൽ, അതുപോലെ എന്തെല്ലാം നന്മകളുണ്ടോ, നന്മകളായി എന്തെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഈ ഒരു വർഷത്തിലെ മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും അഫ്ളലായ സമയമാണ് ഈ ദിവസം. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള അമലുകളായി അത് മാറുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം തീരുമാനിക്കുക, നമ്മുടെ സമയം ക്രമീകരിക്കുക, നാം അതിൽ പരിശ്രമിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും ഉദ്ഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, ഈദുമായി ബന്ധപ്പെട്ട് ഈദുൽ അദ്ഹയിൽ ഉദ്ഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജ,
ദുൽഹിജ്ജയുടെ ഹിലാൽ നിങ്ങൾ കണ്ടാൽ അഥവാ ദുൽഹിജ്ജ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും അറവ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ മുടിയും അവന്റെ നഖങ്ങളും അവൻ വെട്ടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈ 10 ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉദ്ഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, ഈ ദിവസങ്ങളെ കുറിച്ച് നാം ഉറ്റാലോചിക്കുക. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ സന്താനങ്ങളോ നമ്മുടെ സമ്പത്തോ ഒന്നുമില്ലാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ എന്താണ് നമുക്കുണ്ടാവുക എന്ന് പരിശോധിക്കാൻ ഈ ദിവസങ്ങളെ ഉപയോഗിക്കുക. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ നോക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളും സൂക്ഷ്മമായി നോക്കിക്കാണുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദുല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, ഈ 10 ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഹാബികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്, അവർ പ്രത്യേകം തക്ബീറുകൾ ചൊല്ലുമായിരുന്നു. അല്ലാഹു തആല പറഞ്ഞതുപോലെ വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ നാമം ദിക്ർ ചെയ്യുക, സ്മരിക്കുക എന്ന് പറഞ്ഞെടുത്ത് സ്വഹാബികൾ തക്ബീർ മുഴക്കാറുണ്ട്. ഈ ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട തക്ബീറുകൾ രണ്ടിനത്തിലാണ്. ഒന്നാമത്തേത് ദുൽഹിജ്ജ 1 മുതൽ അയ്യാമു തശ്രീഖിന്റെ 3-ാമത്തെ ദിവസം വരെ അല്ലെങ്കിൽ 10 ദിവസങ്ങളിൽ മുഴുവനായിട്ട് മുത്ലഖായിട്ട് ചൊല്ലേണ്ട, എപ്പോൾ വേണമെങ്കിലും ചൊല്ലാവുന്ന തക്ബീറുകൾ, എപ്പോൾ നമ്മുടെ വീട്ടിലും അതുപോലെ എല്ലാ സന്ദർഭങ്ങളിലും ചൊല്ലാവുന്ന തക്ബീറുകൾ. മറ്റൊന്ന് മുഖയ്യദായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അതായത് യൗമു അറഫ, ദുൽഹിജ്ജ 9 ഫജ്റിന് ശേഷം മുതൽ അത് അയ്യാമു തശ്രീഖിന്റെ അവസാനത്തിൽ 13-ാമത്തെ ദിവസത്തിൽ അസർ വരെയുള്ള ആ സമയത്ത് പ്രത്യേകമായിട്ട് തക്ബീറുകൾ സ്വഹാബികൾ ചൊല്ലിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ പൊതുവിൽ തക്ബീറുകൾ ധാരാളം വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ് ഈ 10 ദിവസം. അതുപോലെ തന്നെ ഹദീസിൽ വന്നതുപോലെ തഹ്ലീലും ലാ ഇലാഹ ഇല്ലല്ലാഹും തഹ്മീദും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും അതുപോലെ ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും സ്വലാത്തും അതുപോലെയുള്ള എന്തെല്ലാം നന്മകളാണോ ചെയ്യാൻ സാധിക്കുക അതിൽ മുന്നേറുക, അല്ലാഹുവിനോട് അതിയായി തൗബ ചെയ്യുക, പാപങ്ങൾ അവസാനിപ്പിക്കുക, ഒരു മാറ്റത്തിന് ജീവിതത്തിൽ ഒരു മാറ്റത്തിനുള്ള അവസരമായിട്ട് ഇതിനെ തെരഞ്ഞെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.